അപ്പോൾ ഞാൻ ചില സെലിബ്രിറ്റീസുകളുടെ പഴയ ഫോട്ടോസും ഇപ്പോഴത്തെ കറന്റ് ഫോട്ടോസും സൈഡിൽ റെഫറൻസിന് വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്തിലാണ് ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റണേ? ഓഫ് കോഴ്സ് ഗൈസ്, അത് സ്കിൻ ടോണിലാണ്. എങ്ങനെയാണ് ഇത്രയും ഡിഫറൻസ് വരുത്താൻ കഴിയുന്ന സ്കിൻ ടോണിൽ? ആബ്സല്യൂട്ട്ലി ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഗ്ലൂട്ടാത്തയോൺ ആണ് ഗൈസ് ഇതിലെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഞാനൊരു 20 days ഗ്ലൂട്ടാത്തയോൺ ഇൻടേക്ക് ചെയ്തപ്പോൾ എൻ്റെ സ്കിന്നിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് മീൻസ് മെയിനായിട്ട് സ്കിൻ ടോൺ ഡിഫറൻസ് വന്നോ, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഗ്ലൂട്ടാത്തയോൺ ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡീനെ അത് ഹാംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യോ, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ ഒക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതായത് ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ടാവും, അതായത് ഇപ്പോഴുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന്, കറന്റ് സ്റ്റേറ്റിൽ നിന്ന് എൻ്റെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ആക്കണം, ഒന്ന് ബ്രൈറ്റൻ ആക്കണം, ഫുൾ ബോഡി ആയിക്കോട്ടെ ഫേസ് ആയിക്കോട്ടെ ഒന്ന് ബ്രൈറ്റൻ ആക്കണം, ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. അപ്പൊ അവർക്ക് ഈ ഒരു വീഡിയോ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഗൈസ്, നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഷീറ്റ് ന്യൂട്രിക്സിന്റെ ഗ്ലോ ഗ്ലൂട്ടാത്തയോൺ പ്ലസ് വിറ്റമിൻ സി സ്കിൻ റേഡിയൻസ് ആൻഡ് ഗ്ലോ, ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് 20 days ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലെ ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത് 500 mg ഗ്ലൂട്ടാത്തയോൺ, അതേപോലെ തന്നെ 40 gram ഓഫ് വിറ്റമിൻ സി ആണ് ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത്. ഇൻടേക്ക് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് ജസ്റ്റ് ഒരു ടാബ്ലറ്റ് എടുക്കുക, എന്നിട്ട് 250 ml ഓഫ് വെള്ളത്തിലേക്ക്, ഒരു ഗ്ലാസ്സിൽ 250 ml വെള്ളം എടുക്കുക, എന്നിട്ട് ഇതിന്ന് ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഡിസോൾവ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവണം. ഏകദേശം ഒരു 2 to 3 minutes എടുക്കുമായിരിക്കും, 2 to 3 minutes വരെ എടുക്കുമായിരിക്കും. അതിനുള്ളിൽ ഡിസോൾവ് ആയിട്ടുണ്ടാവും കേട്ടോ. അതിനുശേഷം ജസ്റ്റ് അത് കുടിച്ചാൽ മാത്രം മതി. ഡെയിലി ബേസിസിൽ ഇത് എടുക്കണം കേട്ടോ. അങ്ങനെ കുടിക്കുന്നതിന് പ്രത്യേകിച്ച് ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമോ ലഞ്ചിന് ശേഷമോ ഡിന്നറിന് ശേഷമോ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻടേക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈവനിങ് ആയിരുന്നു കേട്ടോ. ആൻഡ് ഡെയിലി ബേസിസിൽ ഒരു ടാബ്ലറ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, ഓവർ ഡോസ് പാടില്ല ഗൈസ്. ജസ്റ്റ് 1 ടാബ്ലറ്റ് ഓൺലി. പിന്നെ കുറെ പേർക്കുള്ള ഒരു ഡൗട്ടാണ്, ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് മോഡിൽ മാത്രമേ ഇൻടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അല്ല ഗൈസ്, നമുക്ക് ബേസിക്കലി 3 മെത്തേഡിലാണ് ഗ്ലൂട്ടാത്തയോൺ ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് പറയുന്നത് ഇഞ്ചക്ഷൻ ആണ്, അതായത് ഇൻട്രാവെയിനൽ ഇഞ്ചക്ഷൻ മെത്തേഡിലൂടെയാണ്. പക്ഷേ അങ്ങനെ അതിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സിറ്റിങ്ങിലും ഹൈ കോസ്റ്റ് ആണ് വരുന്നത്. അതായത് ഫസ്റ്റിലെ സിറ്റിങ്ങിൽ തന്നെ അറൌണ്ട് ഏകദേശം ഒരു 7,000 to 8,000 ആൻഡ് ക്ലിനിക്സ് മാറുന്നതിനനുസരിച്ചിട്ട് അതിന്റെ കോസ്റ്റും മാറും. ഞാൻ ഏതാണ്ട് ഒരു ക്ലിനിക്കിൽ ചോദിച്ചപ്പം ഫസ്റ്റ് സിറ്റിങ്ങിൽ 10,000 ആണ് പറഞ്ഞത്. അപ്പൊ തന്നെ എന്റെ കിളി പോയി. അതാണ് ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് പറയുന്നത്, ഇഞ്ചക്ഷൻ തന്നെയാണ്. പക്ഷെ അത് 8 ആഴ്ച ഒക്കെ ഉണ്ടാവും കേട്ടോ. അതായത് ഓരോ സിറ്റിംഗ്സിലും ഭയങ്കരമായിട്ടുള്ള ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് നെക്സ്റ്റ് സിറ്റിംഗ് വരിക. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ ഒരു ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവുന്നത് തന്നെ. പിന്നെ അത്രയും ലാഗ് വന്ന് നമ്മൾ അത്രയും ഡേയ്സ് വെയിറ്റ് ചെയ്യണം. പിന്നെ വരുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് പറയുന്നത് ഈ ഒരു ടാബ്ലറ്റ് തന്നെയാണ്. ടാബ്ലറ്റ് വഴി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. നമ്മുടെ ബോഡി അത്യാവശ്യം ഓൾമോസ്റ്റ് ഫാസ്റ്റസ്റ്റ് ആയിട്ട് തന്നെ അതിന്റെ ഒരു ഡിഫറൻസ് നമ്മുടെ ബോഡിയിൽ കാണിക്കുകയും ചെയ്യും. പിന്നെ വരുന്നത് പറയുന്നത് ക്രീംസ് ആയിട്ട് ലോഷൻസ് ആയിട്ടൊക്കെ ഗ്ലൂട്ടാത്തയോൺ അവൈലബിൾ ആണ്. പക്ഷെ ക്രീംസ് ഫോമിലാവുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ചെയ്യാനും എഫക്റ്റീവും ഭയങ്കര ലെസ് ആയിരിക്കും കേട്ടോ. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടണമെന്നൊന്നും ഉണ്ടാവില്ല. ക്രീംസ് നമ്മുടെ സ്കിൻ പോർസ് പെനിട്രേറ്റ് ചെയ്തെടുക്കണേ തന്നെ ഒരുപാട് സമയം വേണം ഗൈസ്. അപ്പോൾ കുറെ ലാഗ് വേണം. മെയിൻ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് പറയുന്നത്, ക്രീംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫുൾ ബോഡി അപ്ലൈ ചെയ്യണം. അതായത് നമ്മുടെ ബോഡിയിൽ ഈ ഒരു പാർട്സിലാണ് ക്രീംസ് അപ്ലൈ ചെയ്തെന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രം ആ ഒരു ഡിഫറൻസ് വരുള്ളൂ. ഇനിയിപ്പോൾ ഫേസിലാണെന്നുണ്ടെങ്കിൽ ഫേസിൽ ആ ഒരു ഡിഫറൻസ് വരും, പക്ഷേ നമ്മുടെ ബോഡി വേറൊരു ടോൺ ആയിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ ഈ ഒരു ടാബ്ലറ്റ്സ് വഴിയാണ് ഇൻടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ബോഡിക്കാണ് ഇതിന്റെ ഈ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ എഫക്റ്റ് എത്താൻ വേണ്ടിയിട്ട് പോണത്. അതൊരു മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് ഗൈസ്. അത് കൂടാണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ സ്റ്റഡീസിലും പറയുന്നത് ക്രീംസ് ഒന്നും അത്ര എഫക്റ്റീവ് അല്ല എന്ന് തന്നെയാണ്. പിന്നെ പലർക്കുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്, ഗ്ലൂട്ടാത്തയോൺ ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവും എന്നൊക്കെ. ആക്ച്വലി ഗ്ലൂട്ടാത്തയോൺ പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ തന്നെയാണ്. അപ്പം ആ ഒരു പ്രോട്ടീൻ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യാണ് ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡീനെ അത് ഹാംഫുൾ ആയിട്ട് ഒരിക്കലും എഫക്ട് ചെയ്യില്ല. സൈഡ് എഫക്ട്സോ ആ ഒരു രീതിയിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല. സ്കിൻ ടോണിൽ ഒരു ഹ്യൂജ് ഡിഫറൻസ് വരണമെന്നുണ്ടെങ്കിൽ 8 ആഴ്ചയെങ്കിലും മിനിമം പിടിക്കും. അതായത് നമുക്ക് തന്നെ മനസ്സിലാവും, അതായത് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ഫെയ്ഡ് ഔട്ട് ആയത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ആൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻടേക്ക് ചെയ്യാന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ഓവർ ഡോസ് എടുക്കരുത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലൂട്ടാത്തയോണിന്റെ ജാപ്പനീസ് ഫോം ആണ്. അതായത് നമ്മുടെ നോർമൽ ഗ്ലൂട്ടാത്തയോണിനെക്കാളും കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ ആണ് ജാപ്പനീസ് ഗ്ലൂട്ടാത്തയോൺ പറയുന്നത്. ഇത് നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് റീസെന്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ വരുന്ന എന്തെങ്കിലും ആക്നെ മാർക്സ്, അതേപോലെ തന്നെ ഡാർക്ക്
സ്പോട്സ്, പിഗ്മെന്റേഷൻസ്, അതായത് ചില ആൾക്കാരുടെ ഫേസിൽ കണ്ടില്ല ജനറ്റിക്കലി ഫേസിൽ വന്ന ചില ഫെയ്ഡ് ഔട്ട് ആയിട്ട് പോകാത്ത മാർക്സ് ഒക്കെ ഉണ്ടാവും. അതായത് എന്തൊക്കെ ഫേസ് പാക്സ് ട്രൈ ചെയ്തിട്ടും കുറെ ട്രീറ്റ്മെന്റ്സ് എടുത്തിട്ടും പോകാത്ത ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും ഫേസിൽ. അപ്പൊ അതൊക്കെ ഫെയ്ഡ് ഔട്ട് ആവാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസോ സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഗ്ലൂട്ടാത്തയോൺ പറയുന്നത്. സോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഓവർഡോസ് എടുക്കരുത് എന്നുള്ളതാണ്. ഓരോ ടാബ്ലറ്റും അടങ്ങിയിട്ടുള്ളത് 400 ഗ്രാം ഓഫ് ഗ്ലൂട്ടാത്തയോൺ ആണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ വിറ്റമിൻ സി 40 ഗ്രാം ഓഫ് വിറ്റമിൻ സി. ഇത് നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫേസ് നന്നായിട്ട് ഫുൾ ബോഡി ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടും ഫുൾ ബോഡി ഗ്ലോയിങ് ആക്കാൻ വേണ്ടിയിട്ടും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം തന്നെ മീൻസ് ചില ആൾക്കാരുടെ ഫേസിലൊക്കെ കണ്ടിട്ടില്ലേ, എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും പോകാത്ത കുറെ ആക്നെ മാർക്സ്, ഡാർക്ക് സ്പോട്സ് ഒക്കെ ഉണ്ടാവും. ചില ആൾക്കാർക്ക് അത് ജനറ്റിക്കലി വരുന്നതായിരിക്കും. സോ ഈ ഒരു ടാബ്ലറ്റ്സ് നമ്മൾ ഇന്റേണലി ആണ് ഇൻടേക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്റേണലി ജനറ്റിക്കലി നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ, സ്കിൻ പ്രോബ്ലംസോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫെയ്ഡ് ഔട്ട് ആക്കാൻ വേണ്ടിയിട്ടും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു ടാബ്ലറ്റ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നത്. ഇതാണ് ഷീക്ക് ന്യൂട്രിക്സിന്റെ ഗ്ലോ ഗ്ലൂട്ടാത്തയോൺ വിറ്റമിൻ സി സ്കിൻ റേഡിയൻസ് ആൻഡ് ഗ്ലോ പ്രൊഡക്റ്റ്. ഇതിൽ ഓരോ ടാബ്ലറ്റും കണ്ടെയ്ൻ ചെയ്യുന്നത് 500 ഗ്രാം ഓഫ് ഗ്ലൂട്ടാത്തയോൺ ആൻഡ് 40 ഗ്രാം ഓഫ് വിറ്റമിൻ സി ആണ്. ഇത് യൂസ് ചെയ്യേണ്ടത് ഒരു ടാബ്ലറ്റ് എടുക്കുക, എന്നിട്ട് അത് 250 ml ഓഫ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാട്ടോ. അത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവുന്നവരെ വെയിറ്റ് ചെയ്ത ശേഷം ഏകദേശം ഒരു 2 to 3 minutes എടുക്കുമായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് അത് ഡ്രിങ്ക് ചെയ്യാവുന്നതാണ്, ഇൻടേക്ക് ചെയ്യാവുന്നതാണ്. ഡെയിലി ഇൻടേക്ക് ചെയ്യുക. ഏകദേശം ഒരു 8 weeks വരെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂജ് ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങളുടെ ഓൾ ഓവർ ബോഡിയിൽ. ആൻഡ് ഗൈസ്, പ്രൊഡക്റ്റിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് പ്രൊഡക്റ്റിൽ 10% ഓഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സൈഡിൽ കണ്ടിട്ടുള്ള കൂപ്പൺ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ, CHICMOS10. ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആഫ്റ്റർ മീലിന് ശേഷം ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ആൻഡ് ഓവർ ഡോസ് എടുക്കരുത് കേട്ടോ. എന്റെ സ്കിന്നിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട് പിഗ്മെന്റേഷൻ ഒക്കെ നല്ല രീതിക്ക് ഫെയ്ഡ് ആയി. ഗ്ലൂട്ടാത്തയോൺ IV ഇഞ്ചക്ഷൻ മോഡിൽ ഇൻടേക്ക് ചെയ്യാൻ താല്പര്യമില്ല, സമയമില്ല, അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് വഴി ഇൻടേക്ക് ചെയ്യാന്നുള്ളത്. പ്രൊഡക്റ്റിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നീട് കമന്റ് ആയിട്ടും കൊടുക്കുന്നതായിരിക്കും, ചെക്ക് ചെയ്തോക്കാം. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക ഗൈസ്. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. ആൻഡ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കൂടെ കാണാം.